നിങ്ങൾ പാടാ ഒരു ധൈര്യത്തിന്. ബാലൻചേട്ടൻ വാ, ബാലൻചേട്ടാ വാ, ഇറങ്ങി വാ. വെടിക്കെട്ടായിരിക്കും പേടിപ്പിക്കലുള്ള മധുരി അല്ലേ തന്നെ മനുഷ്യനിവിടെ. ഞാൻ വേണമെങ്കിൽ പിടിക്കാം. പുറകെ ആളുണ്ടല്ലേ? മാമാ മാമാ വാടി. നീ വാടാ കൃഷ്ണ, നിക്കടാ ഓടിയാകത്ത്. ഞാൻ വിളിച്ചോണ്ടോന്ന് പെണ്ണാണ്. അത്തേക്ക് വിളിച്ചോണ്ടോ കേറിക്കോടി. എന്താണ് അവളുടെ പേര്? റോസമ്മ. റോസമ്മ. നിനക്ക് ഈ മാർക്കം കൂടിയാളല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലടാ. ജാതി മതം നോക്കാതെ അവൻ വിളിച്ചോണ്ടല്ല ഇപ്പം കൊച്ചിനെ വിളിച്ചോട്ട് വന്നു. അവള് തലേമോനെയും കാട്ടിട്ട് പിള്ളേരെ കറക്കി കാണും. എനിക്ക് ജീവനുള്ളടത്തോളം കാലം പടി ഞാൻ കയറ്റൂല. ഇറങ്ങി പോടി. മാറിക്കണല്ലേ അമ്മേ. പണി പാളി. വിട്ടോ വിട്ടോ. എന്തായി? ഞാനൊന്നുമില്ല ബാലിനെ വിളിക്കാന്. അബൂടാ പോയി വിളിച്ചിട്ടാ. ശരി. ആശാനെ എന്താടാ ഗംഗേ? ആശാനെ വെറുതെ കളിയാക്കാൻ. എന്താണ് ഇങ്ങടൊക്കെ? വാടാ ബാല, കാര്യണ്ട്. അറിഞ്ഞില്ലായിരുന്ന? അറിഞ്ഞറിഞ്ഞു, തകർത്തല്ല. എന്താ പറ. പറയാം. തേവര കോളനിയുടെ പുറകിൽ വാങ്ങിച്ച 40 സെന്റ് സ്ഥലമില്ലടാ. അവിടെ പണി നടക്കണില്ല. അതിന്റെ പുറകിലൊരു 4 വീട്ടുകാരുണ്ട്. അവര് മാറിയാലവിടെ വഴിയാവും. എന്താ പ്രശ്നം? ആ കോളനിയിൽ ചെറുക്കൻ പ്രദീപ് ഒന്ന് ഒതുക്കേണ്ടി വരും. ചേട്ടൻ ചുമ്മാ പേടിപ്പിക്കാതെ. നിങ്ങ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങ ഇവിടുന്ന് പോവില്ല. എനിക്ക് തന്നെ ഇവിടുന്ന് വർത്താനം പറഞ്ഞ് കളയാൻ സമയമില്ല. വിട്ടോ. സമയമില്ലെന്ന് എന്നാ കാണാട്ടാ. இடிச்சு காலி பண்றாங்கடா. ஒரு மொட்டை சீனை காட்டு, ஒரு லவ் சீனை காட்டுறாங்க. விநாயகனுக்கு தெரிஞ்சு என்ன என்னடா விநாயகனுக்கு தெரிஞ்சு என்ன போதும் அந்த சீன். பட் அவருக்காக ஜெயிலுக்குலாம் போயிருக்காரு. ஸோ அதெல்லாம் யோசிப்பார்ல. ஆனால் கடைசியில் இந்த பொண்ணு தானே இவரு கல்யாணம் பண்ணிருக்காரு விநாயகன். ஆமாம், அந்த வீட்டுக்குள்ள வந்து வந்துச்சு. ஃபர்ஸ்ட் அவங்க அண்ணனுக்கு என்னாச்சுன்னு தெரியல. ജന്തുദാനത്തിന്റെ അവിടെ നാട് അങ്ങോട്ട് പോയി. കുടിയൊഴിപ്പിക്ക് തുടങ്ങിയത് എന്നെന്തിനാ തല്ലണ്? കുടിയൊഴിപ്പിക്കൽ വാഞ്ചേട്ടൻ പറഞ്ഞിട്ടല്ലേ അങ്ങ് ചെയ്തത്? വാഞ്ചേട്ടൻ ചോദിക്കും അതിന് എന്നെ ഒന്ന് തല്ലണു. നിനക്ക് വല്ലതും പറ്റിയാ? എന്താണ് എന്താണ് അച്ചാച്ചാ? നീയൊക്കെ കൂടി ആരെ കടപ്പാടോടെ കുടിയൊഴിപ്പിച്ചത്? കിടപ്പാടല്ല ഉണ്ടാക്കിയെന്നാ? അറിയാൻ പാലടാ. ഇവർക്കൊക്കെ ചോദിച്ച കാശ് കൊടുത്താണല്ലോ. അല്ലെങ്കിൽ തന്നെ അച്ചാച്ചൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കണം? ഞാൻ അന്വേഷിക്കണ്ടാ. നീ എന്റെ പേരക്കടമല്ലേ? എന്റെ കാരണന്മാരെ ബന്ധുക്കളുടെ കടപ്പാടം നോട്ടിയപ്പോ സമാധാനമില്ല. ഒരു കാരണവന്മാര് എനിക്ക് ചെലവിന് തന്നില്ല. എന്റെ തടിമിടുക്കും ചങ്കൂറ്റവും കൊണ്ടാണ് ഞാൻ ജീവിക്കണത് കേട്ടാ. പിന്നെ നിങ്ങൾ കാരണവന്മാര് എന്ത് പണിയാണ് ഞങ്ങളെ പഠിപ്പിച്ചേക്കണത്? ഈ പാടത്തെ പണിയാ. ഈ കണ്ണല്ലേ നിങ്ങളുടെ പാടം. ഇനി ഇവിടെ മുളയ്ക്കാൻ പോണതേ നെല്ലും പുഞ്ചയൊന്നും അല്ല, ഫാക്ടറികളും ഫാക്ടറികളുമാണ്. ഇങ്ങോട്ട് മാറിക്കേ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. വയസ്സാം കാലത്ത് അച്ചാച്ചനം കൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ബന്ധുക്കാരാന്ന് നോക്കൂല കേട്ടാ. ആ
ഇടപാട് ഇങ്ങോട്ട് വന്നടി. தாத்தா தாக்கப்பட்டார். அம்மா அங்க ஃபர்ஸ்ட் അമ്മാവനോട് വെറുതെ കിടന്ന് ബഹളം നീ കണ്ടടാ? കാണണ്ടേ? என்னடா இது? நல்லா காலிடா. വാടാ അടിക്കടാ. ഇല്ല വേണ്ട. தாத்தா மனசுல மனசு வத்த கொட்டி செத்துட்டு இருக்காரு. பிள்ளைகளுக்கு எதுவுமே பண்ணல, பேரண்ட் எதுவும் பண்ணல. அப்பா சொல்றாரு போல கொல்லிக்க கூடாது. உன்னால தானே எல்லாம். ചേട്ടാ ചേട്ടാ ചായ കുടിക്കണോ? ചായ കുടിക്കണോ? വേണ്ടേ? എനിക്കാരുടെയും ഒന്നും വേണ്ട. എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്. തിന്നതും തൂറിയതും കൊണ്ടതും കൊടുത്തതും എല്ലാം ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ഒറ്റക്കെട്ടായിട്ടാണ്. പറഞ്ഞതിന്റെ വയസ്സനായല്ലോ. പോടാപ്പാ വാ. നമ്മുടെ ആൻഡ്രോ ഷാജിക്ക് ഇപ്പം എന്ത് ചെയ്യണം? എല്ലാവരും ജീവിച്ചു പോണ്ടാപ്പാ. ആൻ്റെ ഇവിടെ പുല്ലേപ്പടിയിൽ കരാട്ടെ ക്ലാസ് എടുക്കണം. ഷാജി കടവന്തറ യൂണിയൻ. എങ്ങനെ കീടോടാ. ഞാനിപ്പോൾ ആ സൈസ് എടുക്കാറുള്ളൂ. എന്നെ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. എന്തിന്? ആരോ പുറകെ കൂടിയെന്നാ പറഞ്ഞു. നീ അവൻ്റെ കാര്യം പറയാപ്പാ. അവൻ പറഞ്ഞൊന്നും വിശ്വസിക്കാനും കൊള്ളൂല. കൊണ്ടങ്ങനെ കേൾക്കും. അതല്ല മജീദ്, അവൻ എന്തോ നല്ല പണി കിട്ടിയത്. ഞാൻ വന്നപാടെ അവൻ്റെ വീട്ടിലും പോയിരുന്നു. 3 ദിവസമായിട്ട് അവർക്കും ഒരു എനിക്കെന്തോ ഒരു നിക്കായിൻ്റെ തലേന്ന് അവനോട് വന്നിരുന്നു. അടിച്ച് കോണായിട്ടാണ് വന്നത്. ഭീകര ഷോയിൽ. സെൻറ്റർ പോലെ സ്റ്റോറിയിലല്ല. ஸோ 5 நாள் முன்னாடி இதுக்கு வந்திருக்காரு. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ ഇഹലോകം എന്തിരുമകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ പറഞ്ഞ മജീദ് ഞാൻ വരൂട്ടാ. ബിരിയാണിയൊക്കെ വരൂണ്ട്. என்னடா இதோட பெரிய சம்பவம்? ആശാനെ, നിസ്സാര വിലക്ക് നമ്മ വാങ്ങിച്ച സ്ഥലത്തൊക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ വന്നു. പക്ഷെ അവിടെയൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്നറിയോ? മാനം വരെയൊക്കെ കുടുംബത്ത് താമസിക്കുന്നവർ കടത്തിണ്ണയിലും ചെറ്റക്കൂട്ടിലും കൊതുകടിയും കൊണ്ട് കിടക്കണേ. അതൊക്കെ കണ്ടാണ് എൻ്റെ അച്ചാച്ചൻ നെഞ്ചോനോ ഒന്ന് മരിച്ചത്. ഇനി അത് നടക്കൂല ആശാനെ. ആരും ഇവിടെ വിൽക്കുകയും വേണ്ട, വാങ്ങുകയും വേണ്ട. ബാല, നീ ഒന്ന് അടങ്ങ്. നീ പറയുന്ന കേസൊന്നും എനിക്കറിയാൻ പാടില്ല. നമ്മുടെ കമ്പനിയിൽ ഇപ്പം 10-12 പാർട്ട്നേഴ്സാണ് ഉള്ളത്. പനമ്പള്ളി നഗറിലെ പ്രോജക്റ്റ് ആണെങ്കിൽ അത് ഞാനല്ല, മറ്റ് പാർട്ട്നേഴ്സാണ് നോക്കുന്നത്. എടാ, നീ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ പഴയതുപോലെ അല്ലടാ, അത് വലിയൊരു കമ്പനിയാണ്. കമ്പനി
ആശാനെൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ. പാർട്ട്നേഴ്സിനോട് പറഞ്ഞേക്ക് ഈ ആൾക്കാരെ വരട്ടിയുള്ള കെട്ടിടം പണി ബാലിന് എല്ലായിടത്തോളം കാലം നടക്കൂലെന്ന്. போட்டுருவாங்களா? இல்லை இவருக்கு எடுத்து கொடுத்துருவாங்க போல. ஷான்கோக்கு லுக்கு செம்மையா இருக்குல்ல? எங்க இருக்கு? സുരേന്ദ്രനാശാൻ പഴയ പോലെ ഒന്നല്ലടാ, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ചില്ലറ കേസ് നോക്കാൻ ആശാന് നേരില്ല. ബാലഞ്ചേട്ടാ നമുക്ക് ഈ പണിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലോ? എന്ത് മാറ്റാൻ? നിനക്ക് പ്രാന്താണ്. ഇതിനിപ്പോ എന്താ കുഴപ്പം? എടാ പൊട്ട, നിനക്കത് മനസ്സിലാവായിട്ടാണ്. കാലം മാറണേണ്. ഞാൻ പറയണത് നമുക്കൊരു വണ്ടിയൊക്കെ എടുത്ത് ട്രാവൽസ് പോലെ ഓട്ടം പിടിച്ചാലോ? ബാലഞ്ചേട്ടൻ കുറെ കമ്പനിക്കാരൊക്കെ ഉള്ളതല്ലേ. ഇന്ന് എറണാകുളം സിറ്റിയിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടല്ല എന്തും നടക്കും. അല്ലാതെ വണ്ടി ഓടിച്ച മാന്യന്മാരും പുണ്യാളന്മാരാകാൻ നോക്കിയിട്ടുണ്ടല്ലോ, ചായ അടിക്കാനുള്ള കാശ് പോലും കിട്ടൂല. ഒന്നും മിണ്ടാണ്ടിരിക്കടാ, എന്തു പറഞ്ഞാലും ഉടക്കാണ്. നീ പറഞ്ഞ ശരിയാണ് കൃഷ്ണ. ഞാനും കുറെ നാളായി മനസ്സിലിട്ട് ആലോചിക്കുന്നത്. നമുക്ക് വണ്ടി എടുക്കും. ആ പൊറിഞ്ചു ബൈജു അല്ലടാ? ആ പൊറിഞ്ചു ബൈജുവിന്റെ അടുത്ത് വണ്ടി കൊടുക്കാണ്ടെന്ന് പറയാ. ആ അത് നീ ഒന്ന് അന്വേഷിക്കാം. രണ്ടു പേരാ പറ, നമുക്ക് എടുക്കാം. എന്താടാ, എന്താ കാര്യം? 3 ജീപ്പ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിട്ട് ഓടണ്ടാവുന്നു. എന്നിട്ട് ജീപ്പും പോയി ലോഡും പോയി എല്ലാം പോയി. ഞങ്ങൾ രണ്ടുപേരും 2 വഴിക്കാണ് ഓടിയ. അവനെന്തായാലും പോലീസിന് പിടികൊടുത്തിട്ടില്ല. ഇതൊക്കെയാണ് ബാലഞ്ചേട്ടാ, ഇതാരോ നമുക്ക് തൊറ്റിയതാണ്. ഇയാൾക്ക് എക്സസൈസ് മുട്ടിടിക്കും. വാടക നമുക്ക് പോയി നോക്കിട്ട് വരാം. ഡാടാ പെടക്കല്ലേ, നിങ്ങ ഏതായാലും പിടികൊടുക്കാണ്ടിരുന്നത് നന്നായി. ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കൂടാ ഓരോ വഴി തെളിഞ്ഞു വന്നത്. എന്തായാലും ഈ കച്ചവടം കൊണ്ട് അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റൂല. നിങ്ങൊരു കാര്യം ചെയ്, മജീദിനെ പോയി അന്വേഷിക്ക്. ഞാൻ വേറെ സ്ഥലം വരെ പോയിട്ട് വരാം. ഞങ്ങൾ കൂടെ തന്നെ വേണ്ട, ഞാൻ പൊക്കോളാം. ஷைனை போய் மீட் பண்ண போகிறோம். இங்கே தான் இருக்காரு. பண்ணிட்டு പിന്നെ നമ്മളന്ന് കണ്ടതാണ്. എക്സസൈസ് അതിന്റെ ഓയില് മാറ്റാൻ മറക്കണ്ട. ഈ പരസ്യം ഓടിച്ചാൽ കൂമ്പാടി പോവും. ട്രാവലർന്ന് പറക്കായിരുന്നു. എന്നാടാ ഓരഞ്ചേട്ടാ പറങ്ങി നീ അടിക്കല്ലടാ. ഒന്ന് കടയിൽ പോണല്ലോ. ആ ദേടി, നിന്റെ പേരിലുള്ള വണ്ടി വന്നേക്കണ്. അതിന്റെ ചെലവാണിത്. ബാടി ഒരെണ്ണം അടിക്കാടി. ഓഹോ, നിനക്കൊന്നും പറ്റൂലല്ല. നിന്റെ അമ്മ മാറ്റിയ കൊട്ടോടിയല്ലേ നിനക്ക് പറ്റുള്ളൂ. നിങ്ങൾ എത്ര നേരം ഞാൻ സാധനമാണെന്ന് പറഞ്ഞിട്ട്? നീ കൃഷ്ണനോട് പറ, അവ വാങ്ങിച്ചു തരും. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഇത് ഞാൻ തന്നെ വാങ്ങിയാലേ ശരിയാവുള്ളൂ. സ്പിരിറ്റ് ലോറി ഒറ്റിയതാരോന്നൊക്കെ എനിക്കറിയാടാ, ചോദിക്കണ്ട. ഇതിൻ്റെയൊക്കെ പുറകെ വന്നിട്ട് ഒരു കാര്യമില്ലടാ. കൊച്ചുകുട്ടി അച്ചാച്ചനെ കാരണവന്മാരൊക്കെ ശാപമായിരിക്കും. കണ്ടില്ലേ, ചത്ത കഴിഞ്ഞാൽ കൊള്ളുകയൊക്കെ കൊച്ചു പോലും ഇല്ല. ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങിയടാ, എൻ്റെ കുഴപ്പമാണോ അതൊക്കെ കുഴപ്പമാണോ? ആർക്കറിയാം, ചെയ്തു കൂട്ടിയതൊക്കെ അനുഭവിക്കാണ്ട് പോകാൻ പറ്റുമോ? കൃഷ്ണ, നീ വണ്ടി എടുക്ക, നമുക്ക് പോയിട്ട് വരാം. എന്നൊന്ന് പിടിക്കടാ. കൊണ്ടുവാ തങ്കമയിലേ, വേലപ്പനെ കൊണ്ടുവാ തങ്കമയിലേ. ഗംഗേ, എന്താണ് നീ കല്യാണം കഴിക്കാൻ പോണെന്ന് കേട്ടല്ല? എന്താ എനിക്ക് കല്യാണം കഴിക്കാൻ പാടില്ല? നീ അനിമോളുടെ പുറകെ അടക്കണൊക്കെ ഞാൻ കാണുന്നുണ്ട് ട്ടാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ. നിങ്ങൾ തമ്മിൽ ചേരൂലടാ. നമ്മക്ക് ഈ സുന്ദരി പെണ്ണുങ്ങളെ കെട്ടിയ പണിയാവും. സ്വന്തം അനുഭവം ഇരിക്കണല്ലേ ഒരു സുന്ദരി കാളി. ചേട്ടൊന്നും മുണ്ടായി. എടാ, അവക്ക് കയറണ കൃഷ്ണനാണ്. അല്ലാതെ എന്താണ് കള്ളടിച്ചോണ്ടല്ലേ ഭ്രാന്ത് പറഞ്ഞോണ്ടിരിക്കുന്നത്? പിന്നെ കള്ളടിച്ചോണ്ടല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? എന്ത് കൃഷ്ണന്റെ കാര്യം? വണ്ടി നിർത്താൻ മനസ്സിലാ. വണ്ടി എടുത്തടാ, വണ്ടി എടുത്തടാ.
വണ്ടി എടുത്തേ, വണ്ടി എടുത്തേ. എടുത്ത് കൊടുക്കടാ. വണ്ടി എടുത്താൻ. വണ്ടി എടുത്ത് കൊടുക്ക്. വണ്ടി എടുത്ത്. നിങ്ങൾ എന്തും ഞാൻ എവിടെ പോണേണ്? വണ്ടി എടുത്ത്. മാങ്ങാ ഇറങ്ങി തൂക്കി പോടാ. പറഞ്ഞാ മനസ്സിലാവൂല. ചൊണ്ണതിക്ക് ഒരു ടെൻഷൻ അറിയാം. എങ്ങോട്ടേലും പോട്ടെ, വീട്ടിട്ടാ കാട്ടിട്ടാ. ബാലഞ്ചേട്ടൻ എന്തിനൊക്കെ അവന്റെ മുമ്പിൽ പറയാൻ പോയത്? എടാ കൃഷ്ണ, അനിമോക്ക് നിന്നെ ഇഷ്ടമാണ്. ഗംഗ എൻ്റെ അനിയനാണ്. പക്ഷെ അവൻ കെട്ടിയ ശരിയാവൂലടാ. അവന്റെ ജീവിതം കോഞ്ഞാട്ടായി പോവും. അവളെ നീ കെട്ടണം. ആ കല്യാണം ഈ ബാലനേട്ടൻ നടത്തി തരും. അല്ലേടി റോസമ്മേ, അതല്ല അതിന്റെ ശരി. ഇവനോട് പറഞ്ഞു കൊടുക്ക്. എടാ മെഡിക്കൽ ഷോപ്പ് എവിടെയെങ്കിലും ഇത് കൊടുക്ക്. ആ ഈ ഒരു വളവ് കഴിഞ്ഞാണ്ട് കൊണ്ടുവാ തങ്കമയിലേ വേലപ്പനെ കൊണ്ടുവാ തങ്കമയിലേ കൊണ്ടുവാ തങ്കമയിലേ വേലപ്പനെ കൊണ്ടുവാ തങ്കമയിലേ. എടാ അവക്കന്ന് വാങ്ങണം. ഞാൻ മേടിച്ചോളാം. ഇതേ പോണു പണ്ടാരം. ഒന്ന് കൂടെ ചെല്ലടാ. ആ പിശാച് പറഞ്ഞാലും കേൾക്കൂല. അയ്യോ தனியா போய் ஏதோ பண்ணிருக்காரா? யாரா? நீங்க போய் அவனை போய் தேடிவாங்க. நான் ஒரு இடத்துக்கு தனியா போகணும்னு சொன்னாரு பத்தியா? விநாயகன் மேல ஒரு டவுட் இருக்கு. அப்படியா? ஏன்னா கரெக்டா 2 பேரும் வெளில 2 பேரும் போறாங்க. விநாயகர் அங்கே அப்புறம் லாரி எல்லாம் புஷ்ணு உள்ள இப்போ கூடுதல் കൃഷ്ണ എന്താടാ? ബാലഞ്ചേട്ടൻ പോയെന്നാ പറയണേ. ഒന്ന് പോയി നോക്കുമ്പോ തേച്ചു. കമ്മട്ടിപ്പാടത്തിന്റെ നെഞ്ചത്തേക്ക് ആ വണ്ടി ഇടിച്ചു കയറിയത്. ആരാടാ ഗംഗയെ നമ്മളെ ഒറ്റിയത്? നീ പറ. ഒരു ദിവസം നട്ടുച്ചക്ക് കയറി വന്നു. പതിവില്ലാണ്ട് അവൻ എന്നെ കാണാൻ വന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു. കുറേ കാലമായി ഒരു വിവരവും ഇല്ലായിരുന്നു അവൻ്റെ. അവൻ്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ എനിക്കെന്തോ കുഴപ്പം തോന്നി. എടീ, പലപ്പോഴായിട്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചായിരുന്നു. ആ, അവൻ കടം വീട്ടിയതായിരിക്കും. ഇതിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചാലോ ഞാൻ ആലോചിക്കേ. ஏதோ மாட்டிக்கினா இருக்கு அதே மாதிரி எனக்கு இந்த பொண்ணை பார்க்க அந்த குங்குமம் கொஞ்சம் புறா போ வந்துட்டு போ. ஒருத்தன் போட்டு நம்ம மொக்க போடங்க பேசலாம். இது வேற மாதிரி இந்த காட்ஃபாதர் அந்த மாதிரி பாடல் இது. அப்பா ஏன் வந்து வந்துட்டு போடுறது? ஷாக்.